ഞാൻ ഈ ടീം സെലക്ഷൻ്റെ കാര്യം ആലോചിച്ചപ്പോഴേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തോന്നിയത് ഈ ഹാർദിക് പാണ്ഡ്യയുടെ ഇൻക്ലൂഷനാണ്. ഞാൻ സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ചോദിച്ചതാണ്. ഈ ഹാർദിക് പാണ്ഡ്യയെ ഉപനായകനായി നിർത്തുന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് ഹാർദിക് പാണ്ഡ്യ ഈ ലോകകപ്പ് ടീമിൽ ഉണ്ടാകണമോ എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ രോഹിത് ഇല്ലാത്ത സമയത്ത് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ശരി തന്നെ. പക്ഷെ അപ്പോഴും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച നിലവിലത്തെ ഫോം അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. ലോകകപ്പ് പോലുള്ള ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ ഹാർദിക് പാണ്ഡ്യയെ ഉപനായകനായി നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ടീമിൽ ഒരു കൃത്യമായുള്ള പൊസിഷൻ നൽകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പേസ് ബോളിംഗ് ഓപ്ഷനായി, പേസ് ബോളിംഗ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരികയാണെങ്കിൽ നിലവിൽ അദ്ദേഹത്തിന്റെ സ്പെല്ല് കംപ്ലീറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ ഹാർദിക് പാണ്ഡ്യയുടെ ഇൻക്ലൂഷനെ പറ്റി എന്താണ് തോന്നിയത്? ഹാർദിക് പാണ്ഡ്യ ഒരു റിയൽ ഫൈറ്ററാണ്. നമുക്കറിയാം ഇത്തവണ എന്തോ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം അത്രയും വിചാരിക്കുന്ന ലെവലിലേക്ക് ഷൈൻ ചെയ്തില്ല. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് ഈ ഹാർദിക് പാണ്ഡ്യ. എനിക്ക് അദ്ദേഹത്തിന്റെ കളി കണ്ടപ്പോഴേ കപിൽ ദേവിന്റെയാണ് ഒരു സെക്കൻഡ് കപിൽ ദേവ് ആണ് ഹാർദിക് പാണ്ഡ്യ. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ചെറിയൊരു അദ്ദേഹത്തിന്റെ ഇഞ്ചറി ആണ്. വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വാസ് എക്സലന്റ്. ഓസ്ട്രേലിയയുടെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ നമ്മൾ അവരെ തോപ്പിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ ബ്രില്യൻസിനെ കുറിച്ച് നമുക്ക് യാതൊരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ലീഡ് ചെയ്ത് ഗുജറാത്ത് ടൈറ്റൻസിനെ ആദ്യത്തെ സീസൺ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ചാമ്പ്യൻസ് ആയി. രണ്ടാമത്തെ സീസണിൽ ഗുജറാത്ത് ചാമ്പ്യൻസ് റണ്ണറപ്പ് ആയി. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവ് തന്നെയായിരുന്നു. കഷ്ടകാലത്തിന് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം ആ വിചാരിക്കുന്ന ലെവലിലേക്കും ഉയർന്നില്ല എന്നൊന്നും നമുക്കൊന്ന് മാറ്റിവെച്ചാൽ ഓവറോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഹസ് ബീൻ ഗുഡ്. കാരണം ഇന്നലെയും എനിക്ക് വളരെ വിഷമം തോന്നി. അവർ ഇന്നലെ ലക്നോയോട് കളി തോറ്റ സമയത്ത് 145 റൺ എടുത്ത് ഓൾ ഔട്ടായി കളിയും അവസാനത്തില്. പക്ഷെ എന്നാൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്തായാലും ആയിരുന്നു ഹാർദിക്കിന്റെ. മാത്രമല്ല ഇപ്പൊ രോഹിത്തിന് ഇപ്പൊ 37 വയസ്സായി. ഇപ്പൊ നമുക്കൊരു ഫ്യൂച്ചർ ഒരു പുതിയ ക്യാപ്റ്റനെ കുറിച്ച് ആലോചിക്കേണ്ടേ പറ്റും. ക്യാപ്റ്റൻസിന്റെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിയാൽ മാത്രമല്ല ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണ് ഹാർദിക്. അത് യാതൊരു സംശയമില്ല. ക്യാപ്റ്റൻസി ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഹാർദിക്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു പുതിയൊരു വൈസ് ക്യാപ്റ്റനെ കൊണ്ടുവരിക ബുദ്ധിമുട്ടായി. കാരണം വിരാട് കോഹ്ലി എന്തായാലും ക്യാപ്റ്റൻസിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സ്ഥിതിക്ക് ഇതുപോലൊരു ടൂർണമെന്റിൽ ഒരു പുതിയൊരു വൈസ് ക്യാപ്റ്റൻ വരിക എന്നത്, കാരണം ഇപ്പൊ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ഇപ്പൊ ലോകകപ്പിന് അദ്ദേഹമായിരുന്നു, ഒഡിഐ ലോകകപ്പിനും അദ്ദേഹമായിരുന്നല്ലോ വൈസ് ക്യാപ്റ്റൻ. അപ്പം അദ്ദേഹത്തിന്റെ മാത്രമല്ല KL രാഹുലിനെ ടീമിൽ എടുത്തിട്ടില്ല. പിന്നെയുള്ള ക്യാപ്റ്റൻസി വെച്ച് KL രാഹുലാണ്. അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നുപോയി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ പിന്നെ ആരെയാക്കുന്നത്? സഞ്ജു ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റനാണ്. സ്പെഷ്യലി ഇത്തവണ രാജസ്ഥാൻ റോയൽസ് എങ്ങാനും IPL വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും സഞ്ജു റെക്കനിങ്ങിൽ വരും. അങ്ങനെ ഒരു വലിയൊരു വിജയം ഇതുവരെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണല്ലോ ഇത്രയും 2 വർഷം മുമ്പ് സെമിഫൈനലിൽ എത്തി. പക്ഷെ ഫൈനൽസ് കണ്ടില്ല രാജസ്ഥാൻ. ഫൈനൽസ് കണ്ട് ഒരു തവണ ഫൈനൽസിലെത്തി. പക്ഷെ അടുത്ത തവണ ആ കൺസിസ്റ്റൻസി അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗുജറാത്ത് ടൈറ്റൻസ് തോൽപ്പിച്ച രാജസ്ഥാൻ റോയൽസിനാണല്ലോ ഫൈനൽസിൽ. പക്ഷെ എന്നാൽ അന്ന് നമുക്ക് ശരിക്കും ആ രണ്ട് ക്യാപ്റ്റൻസിന്റെയും എന്താ പറയുക ക്യാപ്റ്റൻസി മികവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഹാർദിക് എന്തൊരു മികച്ച ക്യാപ്റ്റനാണെന്നുള്ളത് അന്നത്തെ ആ ഫൈനൽസിന്റെ ഒരൊറ്റ ഒരു എക്സാമ്പിൾ മതി. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ സഞ്ജു ക്യാപ്റ്റനായ രാജസ്ഥാൻ റോയൽസിനെ ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് ലീഡ് ചെയ്താൽ പിന്നെ സഞ്ജു ഡെഫിനറ്റ്ലി റെക്കനിങ്ങിൽ വരും. മാത്രമല്ല സഞ്ജുവിന്റെ ടീമിൽ കയറി ഇപ്പൊ ഇതുവരെ നമ്മൾ എന്തായാലും നമ്മുടെ ആങ്സൈറ്റി സഞ്ജു ടീമിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇപ്പൊ ടീമിലൊരു പെർമനന്റ് മെമ്പർ ആവട്ടെ. അദ്ദേഹം ഇപ്പൊ ഇന്നും അദ്ദേഹം ഋഷഭ് പന്തും KL രാഹുലും അദ്ദേഹത്തിന് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ട്. അവർ രണ്ടുപേരും കോമ്പറ്റീഷൻ ഓവർകം ചെയ്ത് കൃത്യതയോടെ അദ്ദേഹം ടീമിലുണ്ടായാൽ. എന്നാൽ ഹാർദിക്കിന് കോമ്പറ്റീഷൻ ഇല്ല. ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ, ഇന്ത്യയിലെ ബെസ്റ്റ് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആരാന്ന് വെച്ചാൽ രണ്ട് ഓപ്ഷൻസിൽ അത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. അപ്പൊ അങ്ങനെ ടീമിലൊരു സെർട്ടനിറ്റി എന്നൊരു ലെവലിലേക്ക് വരികയാണെങ്കിൽ സംശയിക്കേണ്ട, സഞ്ജു ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റനാണ്. കാരണം ഇപ്പൊ തന്നെ പല കോമന്ററി ടീംസ് ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെ കളിക്കുന്ന ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബട്ട്ലറിനെ പറഞ്ഞു സഞ്ജു ഇസ് റിയൽ ക്യാപ്റ്റൻസി മെറ്റീരിയൽ. അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവേണ്ടതാണ്. അതിനുള്ള ആ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന്. പക്ഷെ അത് പൂർണ്ണമാകണമെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോഫി വിജയിക്കണം. ഈ ട്രോഫി വിജയിക്കുമ്പോഴാണ് ആ വ്യക്തികളൊക്കെ ശരിക്കും മുകളിലേക്ക് വരിക. എന്തുകൊണ്ട് അദ്ദേഹത്തെ എടുത്തില്ല എന്നൊരു രണ്ടാമതൊരു ചോദ്യം വരുന്നത്. ഇല്ലെങ്കിൽ ടീമിൽ തന്നെ ആദ്യം പെർമനന്റ് ആവട്ടെ, അതിനുശേഷമാവാം എന്നായിരിക്കാം. കാരണം അജിത് കർക്കറിനെ പോലെ ഒരു പേഴ്സൺ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹം അബ്സല്യൂട്ട്ലി ഫെയർ ആണ് ഇങ്ങനത്തെ കാര്യത്തിൽ. കാരണം ഈ ടീം സെലക്ഷൻ കണ്ടപ്പോൾ നമുക്കറിയാലോ എത്ര ഫെയർ ആയിട്ടാണ് അവർ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. ഒരാളും മറ്റേയാളെക്കാളും മെച്ചമാണ്. കാരണം ഏറ്റവും
പല സെലക്ഷൻസും നമുക്ക് എത്താ ഒരു ഒരു പേടിയിൽ അവരുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച എല്ലാവരും ഉണ്ട്. അവർ 2 പ്ലേയേഴ്സിനായിട്ടുള്ള നമുക്ക് വിഷമമുള്ളൂ. പക്ഷെ അതൊന്ന് മാറ്റി നിർത്തിയാൽ എല്ലാവരും കളിക്കേണ്ട എല്ലാവരും ശരിക്കും നമ്മുടെ ടീമിന് കളിക്കേണ്ട എല്ലാവരും ഈ ഡെഫിനറ്റ്ലി ഈ 15 ഉണ്ട്. ഓക്കെ.